മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ. നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് അവലോകന യോഗങ്ങൾ ചേർന്നു. ശബരിമല മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ. സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് നിലയ്ക്കൽ ഗസ്റ്റ് ഹൌസ്, പമ്പ ശ്രീരാമസാകേതം ഹാൾ എന്നിവിടങ്ങളിൽ ചേർന്ന അവലോകന യോഗങ്ങളിലാണ് തീരുമാനം. ഒരുക്കങ്ങൾ എല്ലാം കൃത്യതയോടെ പൂർത്തിയാക്കും. സുഗമമായ തീർത്ഥാടനത്തിന് പോലീസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കും. പൂജയ്ക്ക് കൂടുതൽ ഭക്തജനത്തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വിവിധ സ്ക്വാഡുകളുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കണം. തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് KSRTC ആവശ്യാനുസരണം സർവീസുകൾ ക്രമീകരിക്കണം. തടസ്സമില്ലാത്ത ഫോൺ, ഇന്റർനെറ്റ് സംവിധാനം, BSNL എന്നിവ ലഭ്യമാക്കണം. ശബരിമല പാതയിലെ തെരുവ് വിളക്കുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് KSEB ഉറപ്പാക്കണം. പോലീസ്, എക്സൈസ്, ഫയർ ആൻഡ് സേഫ്റ്റി, ഹെൽത്ത് തുടങ്ങിയ എല്ലാ വകുപ്പുകളും കൂടുതൽ ശ്രദ്ധ പുലർത്തി യോജിച്ച് പ്രവർത്തിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ചെറിയ നിർമ്മാണ പ്രവർത്തന സമയബന്ധിതമായി കംപ്ലീറ്റ് ചെയ്യാനുള്ള സെക്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ വരുന്ന മണ്ഡലപൂജ സമയത്ത് ധാരാളം നമ്മൾ കൂടുതൽ ക്രൗഡിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ വേണ്ട തയ്യാറെടുപ്പുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും, അത് മെഡിക്കൽ ടീം, പോലീസ്, എക്സൈസ്, ഫയർ ആൻഡ് സേഫ്റ്റി, പിന്നെ നമ്മുടെ സ്ക്വാഡുകൾ, അങ്ങനെ എല്ലാ ടീമുകൾക്കും വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ തിരക്ക് കൂടുതലായതുകൊണ്ട് തന്നെ സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും മെഡിക്കൽ ടീം അടക്കുന്ന ടീമുകൾ കൂടുതൽ വിജിലന്റ് ആയിരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൃത്യമായ സമയബന്ധിത പ്രവർത്തനങ്ങളാണ് ഇപ്പം നമ്മൾ നടത്തി വരുന്നത്. ശബരിമല ADM ഡോക്ടർ അരുൺ എസ് നായർ, സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ പോലീസ് സ്പെഷ്യൽ ഓഫീസർമാർ, ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.